സങ്കീർത്തനം 22:19 കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ. എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ. എൻ്റെ അടുത്തുണ്ടായിരിക്കണമേ. പരിശുദ്ധ നോമ്പിലൂടെ കടന്നു പോവുകയാണ്. ഇതിലും സുന്ദരമായൊരു പ്രാർത്ഥന ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കർത്താവേ, എൻ്റെ കൂടെ ഉണ്ടാവണമേ, എൻ്റെ അടുത്തുണ്ടായിരിക്കണമേ. നമ്മൾ ചിലതിൻ്റെയൊക്കെ അടുത്തിരിക്കാൻ, ചില വിഷയങ്ങളുടെയൊക്കെ അടുത്തിരിക്കാൻ, ചില ആളുകളുടെയൊക്കെ അടുത്തിരിക്കാനൊക്കെ ആഗ്രഹിക്കാറുണ്ട്. അതെപ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ആ ആൾ നമുക്ക് സന്തോഷം തരുമ്പോഴാണ്, ആ ആൾ നമുക്കൊരു കരുത്തായി മാറുമ്പോഴാണ്, അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നമുക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്നത് അപ്പോഴാണ്. സ്നേഹമുള്ളവരെ, ഈശോ എൻ്റെ അടുത്ത് ഇരിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രസൻസിന് വേണ്ടി ആഗ്രഹിക്കണം. ആ പ്രസൻസിൻ്റെ ബലം, സന്തോഷം നമ്മൾ തിരിച്ചറിയണം. എങ്കിലേ അവൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, കൂടെ ഇരിക്കുന്നത് ഒരാനന്ദമായി നമുക്ക് തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ അത് വിരസതയായിരിക്കും, കൂട്ടുവായിട്ട് ഉറങ്ങി നശിച്ചു പോവും. അപ്പോൾ അവൻ്റെ കൂടെ ഇരിക്കുന്നത്, അവൻ്റെ കൂടെ അകലങ്ങളിൽ ഇരിക്കുന്നത് വളരെ കംഫർട്ടാണ് നമ്മൾ. പക്ഷേ അടുത്തിരിക്കുമ്പോൾ ഒരുപാട് എനർജിയാണ്, ഒരുപാട് സന്തോഷമാണ്, ഒരുപാട് നല്ല തീരുമാനം എടുക്കാൻ കഴിയും, നല്ല മുന്നേറ്റത്തിന് നമ്മളെ സഹായിക്കും. ജീവിതത്തെ പിന്നിലായവെന്നൊക്കെ മുന്നിലേക്ക് വരാൻ, കൃപയുടെ അനുഭവത്തിലേക്കൊക്കെ എഴുന്നേൽക്കാൻ നമ്മളെ അത് വല്ലാതെ സഹായിക്കും. കർത്താവെ, അകന്നിരിക്കരുതേ എന്ന്, കർത്താവെ, എൻ്റെ ജീവിതത്തിൽ നിന്ന് എപ്പോഴും അടുത്തുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. മറ്റൊന്നിനോടും അടുക്കാതെ, മറ്റൊന്നിനും ജീവിതത്തിലേക്ക് അടുപ്പം കൊടുക്കാതെ, ഈശോയെ, നീ എൻ്റെ ജീവിതത്തിന് അടുത്തുണ്ടായിരിക്കണമേ, അകന്നു പോകല്ലേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ മനോഹരമായ പ്രഭാതമാണിത്. ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ ഇതിൻ്റെ ആഴങ്ങൾ നമ്മളിലേക്ക് പതിയും. ആമേൻ.